അതല്ലേ ഞാൻ വളരെ ക്ലിയർ ചെയ്ത് പറഞ്ഞത്. ഇനിയുള്ള കാലത്തേക്ക് കൂടിയല്ല പറഞ്ഞത്. ഒരാൾക്കും അനുമതി നിഷേധിച്ചിട്ടില്ല, ഞാനും എൻ്റെ ഓഫീസും. നിഷേധിക്കുകയില്ല, ഒരു കാരണവശാലും എല്ലാവർക്കും വന്ന് കാണാം. ഞാൻ അതുകൊണ്ടല്ല ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾ വന്ന് എന്നെ കണ്ടപ്പോൾ അത് വിവാദമാക്കാൻ ശ്രമിച്ചു. എല്ലാ സംഘടനകളിൽപ്പെട്ട ആളുകൾ വന്ന്, ഇന്നിപ്പോൾ SFIയുടെ പ്രതിനിധികൾ ചോദിച്ചിട്ടുണ്ട്, അവസരം ചോദിച്ചിട്ടുണ്ട്. NGO യൂണിയൻ്റെ ആളുകൾ വന്നിരുന്നു, KSTയുടെ ആളുകൾ വന്നിരുന്നു, അവരുടെ ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ആളുകൾ വന്നിരുന്നു കാണാം. എല്ലാവർക്കും അനുമതി കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും അനുമതി കൊടുക്കും. MLAമാർ എല്ലാവരും വന്ന് കാണുമല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ നിഷേധിക്കപ്പെടേണ്ട ഒരു സ്ഥലമല്ല. അതൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ലോ കോളേജിലെ യൂണിറ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലോ കോളേജിലെ യൂണിറ്റ് അല്ല ഗവൺമെൻറ് പ്രീഡർമാരെ തീരുമാനിക്കുന്ന ഒരു വാചകം ഞാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടല്ലോ, ഇറ്റ്സ് ഓൺ റെക്കോർഡ് ഞാൻ പറഞ്ഞ കാര്യം. ഞാൻ KSUവിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. ലോ കോളേജ് KSU യൂണിറ്റിനെ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലോ കോളേജ് KSU യൂണിറ്റിനോട് ചോദിച്ചിട്ട് ഗവൺമെൻറ് പ്രീഡറെ വയ്ക്കാൻ പറ്റുമോ? അത് നിങ്ങൾ ഗവൺമെൻറ് പ്രീഡർമാരുടെ നിയമനം 140-ലധികം ഗവൺമെൻറ് പ്രീഡർമാരുടെ നിയമനം വന്നിട്ടുണ്ട്. 2 പരാതി വന്നു, അതിൽ ഒരു പരാതി ഇപ്പം തന്നെ പിൻവലിച്ചു. ഒരു പരാതിയാണ്. ഇത്രയല്ലേ വന്നിട്ടുള്ളൂ. നിങ്ങൾ ഇതിനു മുൻപ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഗവൺമെൻറ് പ്രീഡർമാരെ വെച്ചതും അതിന് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഗവൺമെൻറ് പ്രീഡർമാരെ വെച്ചതൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക് നിങ്ങൾ. പിന്നെ നമുക്ക് അവിടെ AGയുടെ ഓഫീസും DGPയുടെ ഓഫീസും ഒക്കെ പറയുന്ന അഭിഭാഷകരെ കൂടി നമുക്ക് അവിടെ വയ്ക്കേണ്ടി വരും, പല കാരണങ്ങൾ കൊണ്ട്. ഇനി ചോദിക്കും, വേറെ എന്തെങ്കിലും ചോദിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞു ഞാൻ. ഇനി വേറെ ചോദ്യം ചോദിക്കും. താങ്കൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ദേശാഭിമാനി മാത്രം ചോദിച്ചാൽ പോരാ. നോ, നിങ്ങൾ ചോദിക്കും. അത് വീഴ്ച സംഭവിച്ചു എന്ന് പ്രാഥമികമായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണ സംഘത്തെ മാറ്റിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി അത് അന്വേഷിക്കാനുള്ള ചുമതലയായിട്ടുണ്ട്. ആർക്കെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിക്കും. ഞാൻ ആഭ്യന്തരമന്ത്രിയുമായിട്ട് ആ വിഷയം സംസാരിച്ചിരുന്നു.